ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന, പക്ഷേ ഇതുപോലൊരു വരവിനായിട്ടല്ലായിരുന്നു നമ്മൾ കാത്തിരുന്നത്. ജീവനോടെ തന്നെ തൻ്റെ മക്കളുടെ തൻ്റെ മകൻ്റെയും ഭാര്യയുടെയും അമ്മയുടെയും അടുത്തേക്ക് വരുന്ന ഒരു സഹോദരനെയായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ചേതനയേറ്റ ശരീരമായാലും ഓരോ ആളുകൾ മീഡിയയിൽ കൂടി ഓരോന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായി സഹോദരൻ്റെ ഒരു ഭാഗമെങ്കിലും കിട്ടിയതിൽ മനാബ് പറഞ്ഞതുപോലെ ഒരു വിരളെങ്കിലും കൊണ്ടുപോയാൽ കൊള്ളാം, എങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞതിനടുത്ത് കുറച്ച് ഭാഗങ്ങളെങ്കിലും കിട്ടാൻ സാധിച്ചു. അത് വെച്ചിട്ടെങ്കിലും തൻ്റെ മകന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാനും ഇനി ഒരിക്കലും തൻ്റെ മകൻ ജീവനോടെ തിരിച്ചു വരത്തില്ലെന്ന് ഉറപ്പിക്കാനും അവർക്കതിന് സാധിച്ചു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ആ ഗംഗാവലി പുഴയിൽ നിന്നും ആ ലോറി എടുത്തപ്പോൾ, ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയൊരു ലോറി എടുത്തു. അത് എൻ്റെ ഇടനെഞ്ച് പൊട്ടി കീറും പോലായിരുന്നു. അതാണ് എല്ലാവരെയും തകർത്തെറിഞ്ഞത്. നോക്കേ, ആ ഒരച്ഛൻ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന സംരക്ഷണമാണ് ആ ലോറി ഒരു കേടുപാടുമില്ലാതെ ആ ക്യാബിനുള്ളിലിരുന്നത്. വാങ്ങിയതുപോലിരിക്കുന്നു. അർജുൻ തൻ്റെ മകനെ ഏത് ദിക്കിൽ പോയാലും തൻ്റെ മകൻ കൂടെ ഉണ്ടെന്ന് കാണിക്കുവാൻ ആ ഒരു ലോറി അവനോടൊപ്പം എപ്പോഴും ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇപ്പോൾ 30 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ പ്രായത്തിനിടയ്ക്ക് അനുഭവിക്കാത്ത യാതനകളില്ല, ദുഃഖങ്ങളില്ല. വിദ്യാഭ്യാസം പോലും വേണ്ടാന്ന് വെച്ച് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി പെങ്ങളെ അയച്ചു. തൻ്റെ പ്രിയപുത്രൻ അതിന് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെക്കണം, അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം. എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ വളയം പിടിച്ച വണ്ടിയുമായി നെട്ടോട്ടം ഓടിയത്. പക്ഷേ അത് പാതി വഴിയിൽ തൻ്റെ മകനെ കാണാനുള്ള, എത്രയും പെട്ടെന്ന് ഓടിച്ചു പോയ തൻ്റെ മകനെ എത്രയും പെട്ടെന്ന് കാണാനെന്ന് പറഞ്ഞ് വന്ന വഴിയിൽ വിധി പ്രിയ സഹോദരനെ എടുക്കുമെന്ന് ആരും ഓർത്തില്ല. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ വിധി ഏറ്റെടുക്കാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപാട് ദോഷമായി നിൽക്കുന്ന മയക്കുമരുന്നും കഞ്ചാവും എല്ലാ ലഹരിയും ഉപയോഗിച്ച് അച്ഛനമ്മമാരെ ഉപദ്രവിച്ച് കൊന്നു നടക്കുന്ന എത്രയോ അലഞ്ഞു തിരിഞ്ഞ ആളുകളുണ്ട് ഇവിടെ. ഈ വിധിക്ക് ഈ നല്ല ചെറുപ്പക്കാരനെ വിട്ടിട്ട് അതിലൊരാളെ എടുത്താൽ പോരായിരുന്നു. പണ്ടെല്ലാവരും പറയാറുണ്ട്, നല്ലവരെ ദൈവം വെച്ചേക്കത്തില്ലെന്ന്. കെട്ടവരെ എത്ര നാൾ വേണമെങ്കിലും ആയുസ് കൊടുത്ത് ഭൂമിയിൽ നിലനിർത്തും. അർജുൻ്റെ മരണത്തോടുകൂടി അർജുൻ ചെയ്ത നല്ല പ്രവർത്തികൾ ലോകമെമ്പാടും അറിഞ്ഞു. ഇത്രയേറെ നല്ല പ്രവർത്തികൾ ചെയ്ത ഒരു മകനെ ആ അമ്മയ്ക്ക് കിട്ടിയത്, ആ ഭാര്യയ്ക്ക് കിട്ടിയത്, ആ കുഞ്ഞിന് കിട്ടിയ അച്ഛനെ എന്തുമാത്രം അവർക്ക് സന്തോഷിക്കാം. ഇപ്പം അവർ ദുഃഖത്തിലിരിക്കുകയാണെങ്കിലും തൻ്റെ പൊന്നോമന പുത്രന് നാട്ടിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും ഒരു VIP-ക്കോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കോ കൊടുക്കുന്ന അതിനേക്കാട്ടിയും ആദരവോടുകൂടി തൻ്റെ മകനെ ചേതനയേറ്റ ശരീരവുമായി വന്ന ആ വൻ ജനാവലി അവർക്ക് എന്നും ഒരു ഓർമ്മയാണ്. ഏതോ ഒരു ഗ്രാമത്തിൽ നമ്മളൊന്നും അറിയാത്ത ഒരു അർജുനൻ നാട്ടുകാർക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ട് അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്ന
കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നാടിന് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടിരുന്ന, മെഡിക്കൽ കോളേജുകളിലിരിക്കുന്ന ആളുകാർക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറെത്തിക്കുന്ന, തൻ്റെ കൂട്ടുകാരോട് കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, എപ്പോഴും ചിരിച്ച സ്വഭാവമായി നിൽക്കുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ വിലയറിയാൻ ഈ ഒരു മരണം വേണ്ടി വന്നു എല്ലാവർക്കും. ആ കുഞ്ഞ് വലുതാകുമ്പോൾ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരാളായിരുന്നോ എന്ന് അവന് ഇന്നത്തെ ഈ വൻ ജനാവലി കൂട്ടം കാണുമ്പോൾ അവൻ അന്ന് ചിന്തിക്കും. വെറും ഒരു ലോറി ഡ്രൈവറായിരുന്ന അർജുൻ ഇന്ന് ലോകമെമ്പാടുമുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ തൻ്റെ വീട്ടിലൊരംഗം പോലെ ഇനി എന്നും മനസ്സിലുണ്ടാകും. അന്ന് ഗംഗാവലി പുഴയിൽ അകപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്നുള്ള മീഡിയക്കാരും എല്ലാവരും ചെന്നപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ ചോദിച്ചു, വെറും ഒരു ഡ്രൈവറിനെ എന്തിനാണ് നിങ്ങൾ ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന, VIP ഒന്നും മന്ത്രിപുത്രനൊന്നും അല്ലെന്ന്. ഇന്ന് ആ പോലീസുകാരൻ ഇവരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് മനസ്സിലായി കാണും അർജുനും കേരളത്തിൻ്റെ ആരായിരുന്നു എന്ന്. നമ്മൾ കണ്ടതാ ഗംഗാവലി പുഴയിൽ നിന്ന് എടുത്ത ഒരു മരിച്ചവരുടെ ശവസംസ്കാരം ആ ഗംഗാവലി പുഴയുടെ കരയ്ക്ക് ഒറ്റവര് മാത്രം നിന്ന് വേറൊരാൾ കൂടി ഇല്ലാതെ ആ മണ്ണ് പുതച്ചിട്ട് ആ പെണ്ണുങ്ങളെല്ലാം കൂടെ കർമ്മം ചെയ്യുന്ന നമ്മൾ കണ്ടതാ കർണാടകത്തിൽ. ആ സ്ഥാനത്താണ് ഇത്രയും ദൂരം താണ്ടി നമ്മുടെ അർജുനനെ വലിയ വൻ ജനാവലി കൂട്ടങ്ങൾ വരിവരിയായി അകമ്പടിയോടെ ഇന്ന് അർജുൻ്റെ വീട്ടിൽ കൊണ്ടുവന്നെത്തിച്ചത്. പ്രിയ സഖാവിന് ഞാനും ഇവിടെ ഇരുന്ന് എൻ്റെ ഫാമിലിയും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഞാനതെല്ലാം കഴിഞ്ഞിട്ടേ എൻ്റെ ജോലി ഞാൻ ചെയ്യത്തുള്ളൂ. അറിയത്തില്ല, ഒരുപാട് വിഷമമുണ്ട് ആ സഹോദരനെ ഓർത്തിട്ട്. ഇത്രയും നല്ല മനുഷ്യരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പം ഇതുപോലെ ഞങ്ങളുടെ ഏരിയയിലില്ല കേട്ടോ. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് അതും ഒരു ഗ്രാമമാണ്. പക്ഷെ അവിടെ നല്ലതായിട്ട് ജീവിക്കുന്നവരെ ചെറിയ വയസ്സിലെ വളർന്നു വരുന്ന ആമ്പിള്ളേരെ അവിടെ കുറച്ച് പേര് കൊണ്ടു നടന്ന് കുടിപ്പിച്ച് ഓരോ വീടും ചിന്ന ഭിന്നമാക്കി തീർക്കുകയാണ് ആ ഗ്രാമത്തിലുള്ളവർ. അവരെല്ലാം കണ്ടുപഠിക്കണം. ഇന്ന് അർജുൻ്റെ ഗ്രാമത്തിലുള്ളവർ, ലോകമെമ്പാടുമുള്ള ആൾക്കാർ സ്നേഹം എന്തെന്ന് കാണിക്കുന്നത് ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കണം. അർജുനൊരു വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാവട്ടെ. ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആ ലോറി, ആ ക്യാബിന് പൊട്ടിച്ചപ്പോൾ കിട്ടിയ ലോറി ഒരു മാതൃകയായി എല്ലാവർക്കും ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ലോറി ഒരു എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടമാക്കി മാറ്റണം. എല്ലാവർക്കും പോയി ആ ലോറി കാണുന്നതിനും അർജുനെ ഓർക്കുന്നതിനും അതിനു വേണ്ടിയിരുന്ന ഒരു സ്ഥലമാക്കി ഈ DYFI പ്രവർത്തകരെല്ലാവരും കൂടി ചെയ്യണം. ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം ആഗ്രഹിക്കുന്നത് അതായിരിക്കും. കാരണം മരണത്തിൽ ആ ലോറി വിട്ടുകൊടുത്തില്ല. ആ ലോറി നമ്മൾ ഒരു ചിരഞ്ജീവി പോലെ, അർജുൻ മരിച്ചിട്ടില്ല, ഒരു ചിരഞ്ജീവിയാണ്. അതുപോലെ അർജുൻ്റെ സ്വപ്നമായ ആ ലോറി അയന് കൊടുക്കാൻ കഴിയാത്തത്, അയൻ വളർന്നു വരുമ്പോൾ ഇത് അച്ഛൻ കൊണ്ടുവന്ന ലോറിയായിരുന്നു നിനക്ക് തരാൻ. അതിന് ആ ലോറി, ആ വീട്ടുകാർ അതൊരു ഓർമ്മ കുറിപ്പായി, ഒരു ഓർമ്മപ്പെടുത്തലായി എല്ലാവർക്കും വന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു സ്ഥലം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അത് വീട്ടിലൊരു മുറിയായാലും മതി. അപ്പോൾ എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും ആ ചേതനയറ്റ ശരീരം എടുക്കുന്നതിന് മുമ്പ് ഒരു കണ്ണീർ പുഷ്പാഞ്ജലി നമുക്ക് അതിനു വേണ്ടി നൽകാം. പോയിട്ട് വരാം.